ലോമശൻ്റെയും ധൗമ്യൻ്റെയും നേതൃത്വത്തിലുള്ള പാണ്ഡവ തീർത്ഥയാത്ര മഹേന്ദ്രപർവ്വതത്തിലെത്തി. മഹേന്ദ്രപർവ്വതത്തിലെ തൻ്റെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന പരശുരാമനെ സന്ദർശിച്ചു. പരശുരാമൻ്റെ അനുഗ്രഹവും അവിടെയുള്ള പരശുരാമ തീർത്ഥത്തിലെ സ്നാനവും അനുഗ്രഹം നേടി പരശുരാമ തീർത്ഥത്തിലെ സ്നാനവും കഴിഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് തീർത്ഥയാത്ര പിന്നീട് പടിഞ്ഞോട്ട് തിരിഞ്ഞ് കടൽ തീരത്തൂടെയായി. പടിഞ്ഞാറേ കടൽ തീരത്തുള്ള ചെറിയ ചെറിയ തീർത്ഥങ്ങളെല്ലാം ആടി ധർമ്മപുത്രരും പാണ്ഡവരും കൂടെയുള്ള അങ്കുലീ പരിമിതരായ ബ്രാഹ്മണരും ലോമശനും ധൗമ്യനും എന്ന രണ്ട് മഹർഷിമാരും ചേർന്ന് നാരീതീർത്ഥങ്ങൾ എന്ന് പ്രസിദ്ധമായ തീർത്ഥങ്ങളുടെ സങ്കേതത്തിൽ തീർത്ഥയാത്രാ സംഘം എത്തിച്ചേർന്നു. ഇവിടെ അർജുനൻ മാത്രം ഇതിനു മുൻപ് ഒരു തവണ ഉണ്ടായിട്ടില്ലേ? പോയിട്ടുണ്ട്. അന്ന് ഈ നാരീതീർത്ഥങ്ങളിൽ മുതലകളുണ്ടായിരുന്നു. അത് തീർത്ഥ സങ്കേതമാണെങ്കിലും ആളുകൾ ആ തീർത്ഥങ്ങളിൽ ഇറങ്ങി പുണ്യസ്നാനം ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് കാരണം അതിലെ 3 തടാകങ്ങളിലായി 6ഓളം മുതലകൾ, 4എന്നും അഭിപ്രായമുണ്ട്, 6ഓളം മുതലകൾ ആ തടാകങ്ങളിൽ നിവസിച്ചിരുന്നു എന്നതാണ്. ഇത് ഒരു യുവ മഹർഷി ഹിമാലയ പ്രാന്തത്തിൽ തപസ് ചെയ്യുന്നത് കണ്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന യുവ മഹർഷിയെ പരിഹസിക്കുകയും അദ്ദേഹത്തെ തപസ്സിൽ നിന്ന് ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്ത അപ്സരസുകളെ അദ്ദേഹം ശപിച്ച് മുതലകളാക്കിയതായിരുന്നു. പിന്നീട് അവർ ശാപമോക്ഷം അർത്ഥിച്ചപ്പോൾ അർജുനൻ, ദ്വാപരയുഗത്തിൽ അർജുനൻ നിങ്ങൾ നിവസിക്കുന്ന തടാകങ്ങൾ അടങ്ങുന്ന തീർത്ഥസങ്കേതത്തിൽ വരികയും നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അവർക്ക് ശാപമോക്ഷം കൊടുത്തിരുന്നു. അത് നാം നല്ലതുപോലെ വിശദീകരിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആ നാരീതീർത്ഥ സങ്കേതത്തിൽ വന്ന് പണ്ട് അർജുനൻ അവിടെ വന്ന വിവരവും ബ്രാഹ്മണരിൽ നിന്ന് അറിഞ്ഞ് നാരീതീർത്ഥങ്ങളിൽ ഇറങ്ങി എല്ലാവരും സ്നാനം ചെയ്യുകയും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ, ദേവാലയം എന്ന് തന്നെയാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ദേവനികേതനം അല്ലെങ്കിൽ ദേവാലയം എന്നിങ്ങനെ പര്യായപദങ്ങൾ കൊണ്ടാണ് ക്ഷേത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്യാസൻ. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുകയും ചെയ്ത് അവിടെ വിശ്രമിച്ചു. പിറ്റേന്ന് നേരം വെളുത്ത് അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രഭാസ തീർത്ഥം കടലിൻ്റെ തീരത്ത് കടലിലേക്ക് പ്രവേശിച്ചാണ് ആ തീർത്ഥസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് 12 ദിവസം അവിടെ ഉപവാസമനുഷ്ഠിച്ച് പാഞ്ചാലിയും സഹോദരന്മാരും ധർമ്മപുത്രരും വസിച്ചു. നിലത്ത് കിടന്ന് ശരീരമാകെ ചെളിപുരണ്ട് വായു ജലമാത്ര ഭക്ഷകരായി, വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വെള്ളം മാത്രം കുടിക്കും, പിന്നെ ശ്വാസോച്ഛ്വാസവും. അപ്പം അതുകൊണ്ടാണ് വായു ഭക്ഷണം എന്ന് പറയുന്നത്. വായു ജല ഭക്ഷകരായി വെള്ളം കുടിച്ചും വായു ശ്വസിച്ചും മാത്രം കൃച്ഛ്രമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തപിപ്പിച്ചുകൊണ്ട് ധർമ്മപുത്രർ സഹോദരന്മാരോടും സഹധർമ്മിണിയോടും കൂടി അവിടെ വസിച്ചു. ഈ വിവരം ദ്വാരകയിൽ അറിഞ്ഞ് ദ്വാരകയിൽ നിന്ന് വൃഷ്ണ്യന്ധക യാദവ ഭോജ കുലങ്ങളിലെ വംശങ്ങളിലെ ആ ശാഖകളിലെ യാദവ
ശാഖകളിലെ 18 ശാഖകളുണ്ട് യാദവന്മാരുടെ വംശത്തിന്. ഈ 18 ശാഖകളിലെയും നേതാക്കന്മാരോടുകൂടി കൃഷ്ണനും ബലരാമനും പ്രഭാസ തീർത്ഥത്തിൽ വന്ന് ധർമ്മപുത്രരെ സന്ദർശിച്ചു. വയസ്സനുസരിച്ചുള്ള ആചാരോപചാരങ്ങൾക്ക് ശേഷം, വയക്രമ സംബന്ധമായ ആചാരോപചാരങ്ങൾക്ക് ശേഷം എല്ലാവരും ആസനസ്ഥരായതിനു ശേഷം നെടുവീർപ്പിട്ടുകൊണ്ട് ബലരാമൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: അല്ലയോ മാധവ, എനിക്ക് മനുഷ്യജീവിതത്തിലുള്ള വിശ്വാസം നശിച്ചിരിക്കുന്നു. കൃഷ്ണൻ ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്? തൻ്റെ ജ്യേഷ്ഠൻ, ക്ഷിപ്രകോപിയായ തൻ്റെ ജ്യേഷ്ഠൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒപ്പിയെടുത്തുകൊണ്ട് സ്ഥിതി ചെയ്തു. എല്ലാവരും ശ്രദ്ധിച്ചു. കൃഷ്ണൻ്റെ കൂടെ കൃഷ്ണൻ ഇരിക്കുന്നതിനോട് അനുബന്ധിച്ച് കൃഷ്ണൻ ആസനസ്ഥനായതിനു ചുറ്റും ശനിപുത്രനായ സാത്യകി, സാമ്പൻ, സാരണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ള ശ്രീകൃഷ്ണപുത്രന്മാരും മറ്റ് യാദവ പ്രമാണിമാരും ആസനസ്ഥരായിരുന്നു. അവരും എന്താണ് ബലരാമൻ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പുറപ്പെടുവിക്കുന്നത് ചോദിച്ചാൽ മാത്രം എന്ന നിലയിൽ ജീവിക്കുന്ന ബലരാമൻ എന്താണ് ഈ സന്ദർഭത്തിൽ പറയാൻ പോകുന്നതെന്ന് അറിയാതെ ഉത്കണ്ഠാഭരിതരായി എല്ലാവരും സ്ഥിതി ചെയ്തു. അപ്പോൾ അദ്ദേഹം അനുജനായ മാധവനോട് പറഞ്ഞു, മാധവ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: എനിക്ക് മനുഷ്യ ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോകത്ത് നീതിയെന്നും അനീതിയെന്നും വകതിരിച്ച് കാണത്തക്ക വിധത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ നാമാവശേഷമായിരിക്കുന്നു. ധർമ്മമേത് അധർമ്മമേത്, ന്യായമേത് അന്യായമേത്, നീതി ഏത് അനീതി ഏത് എന്ന് വിവേചിച്ച് അറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു അവ്യവസ്ഥിത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം, മനുഷ്യ കുലം, ലോകം അധപ്പതിച്ചിരിക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. നിനക്ക് എന്തു തോന്നുന്നു? ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി എങ്കിൽ തന്നെയും കൃഷ്ണൻ അതിന് ഉത്തരമൊന്നും പറയാതെ നിശബ്ദത പാലിക്കുകയും ജ്യേഷ്ഠന് ഒരു പുഞ്ചിരി സമ്മാനിക്കുകയും ചെയ്തു. ഈ ബലരാമൻ പറഞ്ഞ ഈ ചോദ്യം എല്ലാ കാലത്തും എല്ലാവരും പറയുന്നതല്ലേ? ഇന്നത്തെ കാലത്തും ഇപ്പോൾ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ഒരു ഇതിലും കുറച്ചുകൂടെ നല്ല അവസ്ഥയായിരുന്നു, ഇന്ന് മാറിയെന്ന്. അപ്പൊ അന്നും ബലരാമനും പറഞ്ഞു മനുഷ്യന്റെ ഈ ജീവിതത്തിന്റെ ഒരു ച്യുതിയെക്കുറിച്ചോ അപജയത്തെക്കുറിച്ചോ ഒക്കെ. അപ്പോൾ എല്ലാ കാലത്തും ഈ അപജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തിന്റെ മാത്രം സവിശേഷതയായിട്ട് ഇന്ന് സംസാരിക്കുന്നവർ അതിനെ സൂചിപ്പിക്കുന്നത് ശരിയാണോ? മനുഷ്യൻ വർത്തമാനകാലത്തിൻ്റെ ജീവിയാണ്. അതാണ് അതിൻ്റെ കാരണം. കോളേജിൽ പഠിച്ചു പോയവർ പറയും, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇവിടെ പഠിപ്പിച്ചിരുന്നവരെല്ലാം മഹാപണ്ഡിതന്മാരും വലിയ വൈദുഷ്യമാർന്നവരും ഭാവനാശാലികളും എഴുത്തുകാരും സയൻസ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അത് ശാസ്ത്രത്തിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളവരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പഴയ നോട്ട്സ് വായിച്ചു കൊടുക്കുന്ന അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയും. ഇതൊരു ഗൃഹാതുരത്വമാണ്. ഭൂതകാലത്തോടുള്ള മനുഷ്യന് ഭൂതകാലത്തോടുള്ള ഒരു ഗൃഹാതുരമായ സമീപനം, ഭൂതകാലത്തെ ആരാധിക്കാനുള്ള കാരണം ഭൂതകാലത്ത് നിന്ന് നമ്മുടെ വർത്തമാനകാലത്തേക്ക് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഭൂതകാലത്തിൻ്റെ നന്മകളാണ് ഒഴുകി വരുന്നത്. ഭൂതകാലത്തിൻ്റെ തിന്മകൾ അറിയണമെങ്കിൽ നാം ഗവേഷണ ബുദ്ധിയോടുകൂടി ചരിത്രത്തിലേക്ക് തിരിയണം. അത് സാധാരണഗതിയിലില്ല, അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. വർത്തമാനകാലത്തിൽ ഭൂതകാലത്തിൻ്റെ തിന്മകളെ സൃഷ്ടിച്ച് പ്രതിഷ്ഠിക്കാറില്ല. കാലം സമ്മാനിക്കുന്നതും ഭൂതകാലത്തിൻ്റെ നന്മകളാണ്, തിന്മകളല്ല. അതുകൊണ്ട് മനുഷ്യന്
തിന്മയോടാണ് അടിസ്ഥാനപരമായി ആഭിമുഖ്യമെങ്കിലും നന്മയാണല്ലോ പുലരേണ്ടത് എന്നതുകൊണ്ട് ഭൂതകാലത്തിൽ നിന്ന് നന്മകളെ മാത്രം സ്വീകരിക്കാനുള്ള മനുഷ്യൻ്റെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് വർത്തമാനകാലത്തെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ കൂടുതൽ തെറ്റുകൾ കാണുകയും ആ തെറ്റുകൾ നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥിതിയേക്കാൾ സമുന്നതമായ ഉത്കൃഷ്ടമായ ശരി നിറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു ഭൂതകാലത്ത് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഭൂതകാലത്തോടുള്ള ഒരു വൈകാരിക അനുഭൂതിയുടെ പ്രകടനം എന്നതിൽ കവിഞ്ഞ് ഇതിന് അർത്ഥം കൽപ്പിക്കേണ്ടതില്ല. വലിയ ധൈഷണികന്മാരങ്ങനെ പറയാറില്ല. വർത്തമാനകാലത്തിൻ്റെ തിന്മകളാണ് മനുഷ്യൻ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ ആ തിന്മയിൽ ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കുന്നില്ല. താനും ഈ വർത്തമാനകാല തിന്മകളിലെ ഒരു പങ്കാളിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ഭൂതകാലത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയില്ല. ജീവിതം അല്ലെങ്കിൽ ലോകവൃത്തി എപ്പോഴും നന്മ തിന്മകൾ നിറഞ്ഞതാണ്. അതിന് കാലഭേദമൊന്നുമില്ല. പക്ഷേ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ തിന്മയുടെ വിളയാട്ടം മുറുകും. നമ്മുടെ വർത്തമാനകാലത്തിൽ തിന്മയുടെ വിളയാട്ടം മുറുകുകയും കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്ന തിന്മ അതിനു മുമ്പ് ഇല്ലാതിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, വ്യാപിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിന് കലി എന്ന് പേരിട്ടത്. ക്രോധമാണ് ആ കാലഘട്ടത്തിൻ്റെ ലക്ഷണം. കലഹമാണ് ആ കാലഘട്ടത്തെ ഭരിക്കുന്നത്. യുദ്ധമാണ് എല്ലാവരുടെയും മനസ്സിലെയും മുഖ്യചിന്ത. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന് കലി എന്ന് പേരിട്ടത്. അതിവിദൂര ഭൂതത്തിന് കൃത എന്ന് പേരിടാനുള്ള കാരണവും അതാണ്. സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആളുകൾ ജീവിച്ചിരുന്നു എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പ്രാകൃത ജീവിതമാണ്. ഇവിടെ ഈ ബലരാമൻ്റെ ഈ പ്രസ്താവനയ്ക്കല്ലേ പ്രഖ്യാപനത്തിന് ഒരു ആ പ്രസ്താവനയിൽ ഒരു അസ്തിത്വ ദുഃഖത്തിൻ്റെ ഒരു ധ്വനി നെടിലിക്കുന്നു. മഹാഭാരത കഥയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഇദംപ്രഥമമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്. അത് എന്തുകൊണ്ട് ഈ ഘട്ടത്തിലുണ്ടായി? വ്യാസൻ എന്തുകൊണ്ട് ബലരാമനെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു? ബലരാമനെ തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട്. അസ്തിത്വ ദുഃഖം എന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ ധൈഷണിക ജീവിതത്തിൽ വ്യവഹരിക്കുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുന്നതിൻ്റെ ദുഃഖം, അതെല്ലാ കാലത്തുമുള്ളതാണ്. പിന്നെ അസ്തിത്വവാദം എന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള വ്യാഖ്യാന സമന്വിതമായ ഒരാശയ സംഹിത, അതാണ് എക്സിസ്റ്റൻഷ്യലിസം. ആ രണ്ടർത്ഥത്തിൽ നമുക്ക് തന്നെ നോക്കിക്കാണാവുന്നതാണ്. ഒന്ന്, ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദുഃഖാനുഭവമാണ്. ലൈഫ് ഈസ് സഫറിങ്, സാർത്ര. അപ്പോൾ അസ്തിത്വ ചിന്തകന്മാരിൽ പ്രമുഖനായ, വിശേഷിച്ചും നിരീശ്വര അസ്തിത്വ ചിന്തകന്മാരിൽ പ്രമുഖനായ സാർത്ര ജീവിതം തന്നെ ഒരു വേദനയാണ്, ജീവിതം തന്നെ ഒരു രോഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സാർത്രയുടെ മാത്രം ചിന്തയല്ല, ഭാവനാശാലികൾക്കൊക്കെ അവരുടെ ഭാവനാ ജീവിതത്തിൽ അനുഭൂതമാകാവുന്ന ഒരു കറുത്ത പ്രകാശമാണ്. അതൊരു ലൈറ്റാണ്, ബട്ട് ഇറ്റ് ഈസ് ഡാർക്ക്. അതൊരു കറുത്ത പ്രകാശമാണ്. അത് മനുഷ്യനെ നൈരാശ്യത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ നൈഷ്കർമ്മ്യത്തിലേക്ക് തള്ളിയിടുന്ന, മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് പറിച്ച് മൃഗീയത്വത്തിലേക്ക് മാറ്റി നടുന്ന ഒരു ആശയമാണത്. സാർത്രൻ്റെ ഈ ആശയത്തോട് യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യമില്ലെങ്കിലും കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുണ്ട്. നരജീവിതമായ വേദനയ്ക്ക് ഒരു മട്ട് അർഭകര ഔഷധങ്ങൾ താൻ. നരജീവിതമായ വേദന എന്ന് പറഞ്ഞാൽ ജീവിതം രോഗമാണെന്നാണ് അർത്ഥം. ജീവിതമാകുന്ന രോഗം, ലൈഫ് ഈസ് സഫറിങ്, അത് തന്നെയാണ് അവിടെ വരുന്നത്. അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ഭാരതത്തിലില്ല. ജീവിതത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്, അല്ല ജീവിതത്തെ ഒരു അസ്വസ്ഥതയായിട്ടോ
ഒരു അസ്വാസ്ഥ്യ അനുഭവമായിട്ടോ ഒരു വ്യഥയായിട്ടോ ഒരു സന്ത്രാസമായിട്ടോ ഫ്രസ്ട്രേഷൻ, ഒരു ആംഗ്വിഷ്, പീഡനമായിട്ടോ ഒരു യാതനയായിട്ടോ ഭാരതം, മഹാഭാരതമല്ല, ഇന്ത്യയുടെ ചിന്ത, ഇന്ത്യയുടെ തത്വചിന്ത, ഇന്ത്യയുടെ ശുഭദർശനം അങ്ങനെ വിലയിരുത്തുന്നില്ല മനുഷ്യജീവിതത്തെ. പക്ഷെ നമ്മുടെ വർത്തമാനകാലത്ത് പോലും ഈ ഭാരതീയത ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊണ്ടതായി അവകാശപ്പെടുന്ന കവികൾ വെളിച്ചം ദുഃഖകരമാണ് ഉണ്ണി എന്നൊക്കെ എഴുതുന്നില്ലേ? അതൊക്കെ സാന്ദർഭികമായ പ്രസ്താവങ്ങൾ മാത്രമാണ്. അതിനർത്ഥവും അതല്ല. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന അക്കിത്തത്തിൻ്റെ ആ കാവ്യപാദത്തിന് വെളിച്ചം ദുഃഖമാണെന്നല്ല അർത്ഥം. വെളിച്ചം ദുഃഖമാണ് എന്ന നിലയിൽ മനുഷ്യർ കരുതുന്നതിനെ ഏതാണ്ട് ഉപഹാസപൂർവം അദ്ദേഹം അവതരിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അക്കിത്തത്തിൻ്റെ അഭിപ്രായമല്ല. അതവിടെ നിൽക്കട്ടെ. വർത്തമാനകാലത്തിൻ്റെ കെടുതികളെ മാത്രം അതിൻ്റെ ജ്വാലയോടുകൂടി കാണുകയും ഭൂതകാലത്തിൻ്റെ കെടുതികളുടെ ജ്വാലകൾ കെട്ടുപോയതിനാൽ അതിൻ്റെ അവശിഷ്ടം മാത്രം കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലേതിനേക്കാൾ നികൃഷ്ടമാണ് നമ്മുടെ വർത്തമാനകാലമെന്ന് ആളുകൾക്ക് തോന്നുന്നത്. സംഭവിക്കുന്നത് ഇതാണ്. തിന്മയെ സംഹരിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഉത്സാഹം കാണിക്കും പല കാലഘട്ടത്തിലും, ചരിത്രഘട്ടത്തിലും. ചില ഘട്ടങ്ങളിൽ തിന്മ വിളയാടുകയും നന്മ അനങ്ങാതിരിക്കുകയും ചെയ്യും. തിന്മയുടെ സക്രിയതയ്ക്കെതിരെ അതേപോലെ സക്രിയമായ ഒരു നന്മയുടെ പ്രഭാവം ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലാതെ ഒരിക്കലും തിന്മയില്ലാത്ത ഒരു കാലം വരികയില്ല. പക്ഷേ തിന്മയെ വിളയാടാൻ, തിന്മയുടെ സംഹാര രൂപത്തിന് സമൂഹത്തിൻ്റെ മേൽ അതിൻ്റെ സർവശക്തികളും വിരിയിച്ച് നൃത്തം ചെയ്യാൻ സമ്മതിക്കാറില്ല ധാർമ്മിക ന്യൂനപക്ഷം. അപ്പോൾ ഈ ധാർമ്മികത എപ്പോഴും ഈ ന്യൂനപക്ഷം തന്നെയായിരുന്നു എല്ലാ കാലത്തും ആയിരുന്നു. ഇപ്പോൾ സത്യം പറയണം എന്ന് വാശിയുള്ളവർ ജീവിതത്തെ സത്യസന്ധമായി സമീപിക്കുകയും സത്യമേ പറയൂ എന്നത് ദൃഢപ്രദമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു രാജ്യത്തിൽ ഒരു കാലഘട്ടത്തിൽ എത്ര പേരുണ്ടാവും? അതൊരു ന്യൂനപക്ഷമായിരിക്കും. അല്ല, പക്ഷെ നമ്മുടെ ഈ യുഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഈ പറയുന്ന ഈ ഓരോ ധർമ്മത്തിന്റെ പാദങ്ങളെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ 4 പാദം ഉണ്ടായിരുന്നു. ഇപ്പൊ കലിയുഗത്തിൽ ധർമ്മം ഒരു പാദമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ അക്കാലത്ത് സത്യവാന്മാരായിരുന്നു അധികമെന്നും കാലക്രമത്തില് കുറഞ്ഞു വന്നു എന്നൊരു സങ്കല്പം അതിന്റെ പരിപൂർണമായ വാച്യാർത്ഥത്തിലെടുക്കരുത്. ഒന്ന്, ഈ കൃതയുഗം എന്നതിൽ ആളുകൾക്ക് ആവശ്യങ്ങൾ കുറവായിരുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ആവശ്യങ്ങളുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് തിന്മ വരുന്നത്. ഈ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആവശ്യങ്ങളും ഭൗതികമായ ആസക്തികളും കുറഞ്ഞ കാലങ്ങളുണ്ട്. വ്യവസായ വിപ്ലവം വന്നതോടുകൂടി ഭൗതികമായ ആവശ്യങ്ങൾ വർദ്ധിച്ചു, ഭൗതികമായ ആസക്തികൾ വർദ്ധിച്ചു, കാമ്യവസ്തുക്കളുടെ എണ്ണം പെരുകി. അതാണ് പ്രധാന സംഗതി. അപ്പോൾ കാമ്യവസ്തുക്കളുടെ ആകർഷകമായ മനുഷ്യനിർമ്മിതമായ സുന്ദര വസ്തുക്കളുടെ എണ്ണം പെരുകുമ്പോൾ ആ വസ്തുക്കളെല്ലാം സ്വന്തമാക്കാനുള്ള മനുഷ്യൻ്റെ അതിര് കടന്ന യത്നം ഉണ്ടാകും. ഈ അതിര് കടന്ന യത്നത്തിൻ്റെ എഴുന്നള്ളത്തോടു കൂടി അതിൻ്റെ പിന്നിൽ വരുന്നത് തിന്മയാണ്. ഈ തിന്മ എല്ലാ കാലത്തും സമൂഹത്തിൽ, മനുഷ്യജീവിതത്തിൽ, ലോകത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രപഞ്ചം ഉണ്ടാകാൻ തന്നെയുള്ള കാരണം എന്താണ്? പ്രപഞ്ചം ഉണ്ടാകാനുള്ള കാരണം തന്നെ ഒരു വൈകാരികതയിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ അതിൽ വികാരം ഉണ്ടായിരിക്കുമെന്നത് വസ്തുതയാണ്. വികാരമുള്ളിടത്ത് എന്തുണ്ടാവുകയില്ല? വികാരമുള്ളിടത്ത് വിചാരമുണ്ടാവുകയില്ല. വിചാരമില്ലാത്തടത്ത് നന്മയുണ്ടാവുകയില്ല. വിചാരത്തിൻ്റെ രാഹിത്യത്തിൽ, വിചാരത്തിൻ്റെ അഭാവത്തിൽ വരുന്നത് തിന്മയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ പിന്നിൽ അതിൻ്റെ വിദൂരതയുടെ ആണിക്കല്ലായി വർത്തിക്കുന്നത് തിന്മയുടെ നിഷ്ക്രിയമായ ഒരു രൂപമാണ്.
ക്രിയ ചെയ്യുന്ന തിന്മയല്ല, പ്രവർത്തിക്കുന്ന തിന്മയല്ല, പ്രവർത്തിക്കാത്ത ഉറങ്ങിക്കിടക്കുന്ന ഒരു തിന്മ പ്രപഞ്ചോൽപത്തിയുടെ ആദിമ മൂല കാരണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അവിടെ തിന്മയൊന്നുമുണ്ട്. പക്ഷെ ആ തിന്മ വിളയാടാൻ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആചാര്യന്മാരും ഈ സക്രിയമായ ധാർമ്മിക ന്യൂനപക്ഷവും അനുവദിക്കാതിരുന്ന കാലമാണ് കൃതയുഗം. പിന്നെ ജനങ്ങൾക്കും ആവശ്യം കുറവായിരുന്നു, ജനങ്ങൾക്കും ആസക്തികൾ കുറവായിരുന്നു. കുടുംബജീവിതത്തിനപ്പുറത്തേക്ക് അന്ന് ജനങ്ങൾക്ക് ആവശ്യങ്ങൾ കവിഞ്ഞൊഴുകുമായിരുന്നില്ല. കുടുംബജീവിതത്തിൽ തന്നെ എണ്ണാവുന്ന ആവശ്യങ്ങളേ ഉള്ളൂ താൻ. ഏതാണ്ട് രോഗമില്ലാതിരിക്കുക, വിശപ്പ് കെടുക, വിവാഹം കഴിക്കുക, കുടുംബത്തിൽ അംഗങ്ങളുണ്ടാവുക, പിന്നെ മരണം സ്വാഭാവികമായതുകൊണ്ട് ആ മരണത്തിലേക്ക് നീങ്ങുക. ഇത്രയും കൊണ്ട് അന്നത്തെ ആവശ്യങ്ങൾ തീരുമായിരുന്നു. ഇത് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള സങ്കല്പത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നതല്ല. മനുഷ്യൻ ക്രമേണ എത്തിച്ചേർന്നതാണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ആഗോള ഗ്രാമം എന്ന സങ്കല്പത്തിലേക്ക്. ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ആവശ്യങ്ങളെല്ലാം ലോകവ്യാപകമായി. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നന്മയുടെ രൂപത്തിൽ തിന്മയെ അവതരിപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന ഘട്ടം വന്നു. അങ്ങനെ വന്നപ്പോൾ നന്മ തിന്മകൾ തിരിച്ചറിയാൻ വയ്യാതെയായി. എല്ലാ തിന്മകളും ജനങ്ങൾക്ക് ഗുണത്തിന് എന്ന ലേബൽ ഒട്ടിച്ചാണ് വരുന്നത്. രാജ്യത്തിൻ്റെ ഗുണത്തിന്, രാജ്യത്തിൻ്റെ മേന്മയ്ക്ക്, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന്, ജനങ്ങളുടെ ഐശ്വര്യത്തിന് എന്ന ലേബൽ ഒട്ടിക്കാത്ത ഒരു തിന്മയും നാം കാണുകയില്ല. അപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ വർത്തമാനകാല ജനാധിപത്യ ഭരണത്തിലെ വ്യവസ്ഥിതികളുടെ ഒരു സവിശേഷതയാണ്, ഒരു ലക്ഷണമാണ്. തിരിച്ചറിയാൻ വിഷമായിരിക്കും. വളരെ വൈകി അതിൻ്റെ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ വയ്യാത്ത വിധത്തിൽ അത് രാഷ്ട്രത്തിൻ്റെ സന്ധിബന്ധങ്ങളെ കാർന്ന് തിന്നു കഴിയുമ്പോഴാണ് ഈ സുന്ദരമായ ചിരിയുമായി വന്നിരുന്നത് ഒരു ലളിതയായിരുന്നില്ല, പൂതനയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. എക്കാലത്തും നന്മതിന്മകൾ സമീകൃതമായി നിൽക്കണം എന്നാണ് ഭാരതം അനുശാസിക്കുന്നത്. അങ്ങനെ നന്മതിന്മകൾ സമീകൃതമായി നിൽക്കാറില്ല. നന്മതിന്മകൾ സമീകൃതമായ സാമൂഹിക വ്യവസ്ഥിതിയാണ് ഉത്തമമായ സാമൂഹിക വ്യവസ്ഥിതി. അസ്തിത്വ ദുഃഖത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അസ്തിത്വ ദുഃഖം, ജീവിതം ദുഃഖമാണ് എന്നുള്ള സങ്കല്പം, ജീവിതം യാതനയാണ് എന്നുള്ള സങ്കല്പം, ജീവിതം രോഗമാണ് എന്ന സങ്കല്പം, ജീവിതം അടിമത്തമാണ് എന്ന സങ്കല്പം, ജീവിതം അസ്വാതന്ത്ര്യമാണ് എന്ന സങ്കല്പം പാശ്ചാത്യമാണ്. ജീവിതം സ്വാതന്ത്ര്യമാണ്, ജീവിതം സത്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്, ജീവിതം ധർമ്മത്തിൻ്റെ അനുഭൂതിയാണ്, ജീവിതം ത്യാഗത്തിന് വേണ്ടിയുള്ളതാണ്, ജീവിതം പരോപകാരാർത്ഥം ആണ് എന്ന സങ്കല്പമാണ് ഭാരതത്തിനുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്നു എന്നല്ല. ഭാരതവും ഒരിക്കലും ഇങ്ങനെ ജീവിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ജീവിക്കണമെന്ന് അനുശാസിച്ചിരുന്നു. അപ്പോൾ യൂറോപ്പും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം, യൂറോപ്പിൽ അങ്ങനെ അനുശാസിച്ചിരുന്നില്ല, ഭാരതത്തിൽ അങ്ങനെ അനുശാസിച്ചിരുന്നു എന്നത് മാത്രമാണ്. അല്ലാതെ ഒരു ധാർമ്മികമായ ജീവിതം ഭാരതത്തിൻ്റെ ഭൂതകാലത്തിലോ അതിൻ്റെ അതിവിദൂര ഭൂതകാലത്തിലോ അതിൻ്റെ അനാദിയിലോ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ധൈഷണികന്മാർ, ജീവിതത്തിൻ്റെ നായകന്മാർ, ജീവിതത്തെ ഭാവിയിലേക്ക് പുരോഗമിപ്പിക്കുന്ന പുരോഗമന ചിന്തകന്മാരായ ഋഷിമാർ അങ്ങനെ സങ്കല്പിച്ചിരുന്നു. അതിനെയാണ് അവർ ജീവിതശാസ്ത്രം എന്ന് പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിന് ഒരു ശാസ്ത്രമുണ്ടാക്കി വച്ചിരുന്നു. ആ ജീവിതശാസ്ത്രത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും സമമായ ഭാഗഭാഗിത്വം അവർ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ നന്മ മാത്രമായി ഒരു ജീവിതമില്ല, നന്മ മാത്രമായി ഒരു ലോകമില്ല. അത് വെറുതെ ഭാവനയിലെ ഒരു റൊമാൻറ്റിക് സങ്കല്പം മാത്രമായിരിക്കും. ഈ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിനും ഇത് ബാധകമാണോ ഈ നന്മ? ആണ്. മൃഗങ്ങളുടെ ജീവിതം ഒഴിച്ചുള്ള എല്ലാ ജീവിതത്തിനും, സസ്യങ്ങളുടെ ജീവിതം ഒഴിച്ചുള്ള എല്ലാ ജീവിതത്തിനും, അങ്ങോട്ട് പോലും ഇത് വ്യാപിക്കുന്നതാണ്. പക്ഷേ സസ്യ മൃഗ ജീവിതങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ലാത്തതുകൊണ്ട്, അവയുടെ ചേതന പൂർണ്ണചേതനങ്ങളല്ലാത്തതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ച് ഇത് എക്കാലത്തേക്കും പ്രസക്തമായ ഒരു സങ്കല്പമാണ്. നന്മതിന്മകളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ എന്ത് ചെയ്യാം? മനുഷ്യന് മനഃപൂർവ്വമായി ശ്രമിച്ച്
തിന്മകളെ നിയന്ത്രിക്കാം. അങ്ങനെ തിന്മകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ലോകത്തിന് ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. യുദ്ധരഹിതമായ, കലഹരഹിതമായ, പാപരഹിതമായ, സമവ്യവസ്ഥിതിയുള്ള, സമത്വം നിലനിൽക്കുന്ന ഒരു ജീവിതം ലോകം ആവശ്യം ആണെന്ന് വന്നാൽ ഇത് പാലിക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ജീവിതശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ കണ്ടുപിടിച്ച് കഥകളായി ആവിഷ്കരിച്ചത്. ഇപ്പോൾ മഹാഭാരതം തന്നെ എന്താണ്? ജീവിതശാസ്ത്രത്തിൻ്റെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പിന്നീട് വരുന്ന മറ്റ് ബ്രാഹ്മണങ്ങളിലുമൊക്കെ പ്രതിപാദിക്കുന്ന ജീവിതശാസ്ത്രത്തിൻ്റെ കഥാപരവും കലാപരവുമായ ആവിഷ്കാരമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തത്വങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ദുർഗ്രഹമാകയാൽ ആ തത്വങ്ങൾ അനുസരിച്ച് ഒരു ജീവിത നാടകമുണ്ടാക്കി ആ ജീവിത നാടകത്തിൽ നിന്ന് അതിലെ കഥയിലൂടെ ജീവിതശാസ്ത്രം എന്താണ് എന്ന് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമായി പ്രയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിഹാസം. അതുകൊണ്ടാണ് അത് സാധാരണമായ കഥയല്ല എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ജീവിതശാസ്ത്രത്തിൻ്റെ പ്രവഞ്ചനമാണ്, കഥാപരമായ പ്രവഞ്ചനമാണ്, കലാപരമായ പ്രവഞ്ചനമാണ്, രസനീയമായ പ്രവഞ്ചനമാണ്. ശാസ്ത്രം പഠിക്കുകയാണ് എന്ന മുഷിപ്പ് കൂടാതെ പഠിച്ച് അറിഞ്ഞ് അനുഷ്ഠിക്കാനുള്ള ജീവിതശാസ്ത്രത്തിൻ്റെ സർവകാല പ്രസക്തമായ ആവിഷ്കാരമാണ് ഇതിഹാസം. ഇപ്പോൾ ജീവിത ദുഃഖം അല്ലെങ്കിൽ അസ്തിത്വ ദുഃഖം മനുഷ്യ ജീവിതത്തെ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെ ദുരന്തത്രയമായിട്ടാണ് അസ്തിത്വവാദികൾ സങ്കല്പിക്കുന്നത്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ്സ്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും തിന്മ അനിവാര്യമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്നുള്ള ജീവിത ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ യമനിയമങ്ങളും അല്ലെങ്കിൽ ബൈബിളിലെ 10 കൽപ്പനകൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും, എങ്ങനെ വിശദീകരിക്കും? ഇത് നിയന്ത്രിക്കാനാണ്. നന്മയിൽ ആഭിമുഖ്യമുള്ള ധാർമ്മിക ഭൂരിപക്ഷത്തെ വാർത്തെടുക്കാനാണ് യമനിയമങ്ങൾ വച്ചിരിക്കുന്നത്. 10 കൽപ്പനകളുടെയും ഉദ്ദേശം അതാണ്. എല്ലാവരെയും സംഘടിപ്പിച്ച് പ്രതിമകൾ വെച്ച് പൂജിക്കരുത്, അനാവശ്യമായ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യാത്ത ദൈവങ്ങളെ വെച്ച് പൂജിക്കരുത്, ബാലിനെയും അസ്തോരസിനെയും വെച്ച് പൂജിക്കരുത്, അത് വിലക്കിയിട്ടാണ് കാളയെ പൂജിക്കരുത്, ഏതെങ്കിലും തരത്തിലുള്ള ബിംബങ്ങളെ പൂജിക്കരുത് എന്നൊക്കെ വിലക്കിയിട്ടാണ് മോശെ സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോയത്. അദ്ദേഹം അവിടെ നിന്ന് ഈശ്വരൻ്റെ 10 കൽപ്പനകളെ തിരിച്ചു വരുമ്പോൾ ഇവർ ഇവിടെ കാളയെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, കാളയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, അസ്തോരസിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്തോരസ് എന്ന് പറയുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ ദേവത തന്നെയാണ് അഫ്രോഡിറ്റി.